ദുരന്തങ്ങളുടെയും ദുരൂഹതകളുടെയും പിന്നാമ്പറങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം. സീക്രട്ട് ഫയൽ ഇക്കുറി നിങ്ങൾക്കായി പറയുന്നത് കണ്ണുനീരിൽ കുതിർന്ന ഒരു സംഭവ കഥയാണ്. ആരും കേൾക്കാൻ മടിക്കുന്ന ഒരു ദുരന്ത ചിത്രം. സംഭവത്തിൻ്റെ രത്നചുരുക്കം ഇങ്ങനെയാണ്. ബാല്യത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട 15-കാരി പെൺകുട്ടിയാണ് കഥയിലെ കേന്ദ്ര കഥാപാത്രം. ഈ പെൺകുട്ടിയുടെ മൃതദേഹം ഒരു നാൾ വനത്തിനുള്ളിലെ വെള്ളക്കെട്ടിൽ കാണാൻ ഇടയായി. പകലുപോലും വന്യമൃഗങ്ങൾ സ്വൈര്യവിഹാരം നടത്തുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. ആരും കടന്നു ചെല്ലാൻ മടിക്കുന്ന ഒരു പ്രദേശം. ഈ പ്രദേശത്താണ് പെൺകുട്ടിയുടെ മൃതദേഹം കാണാൻ ഇടയായത്. പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതിനു ശേഷം വനത്തിൽ കൊണ്ട് തള്ളിയതാണെന്ന് നാട്ടുകാരും, അതല്ല വനത്തിനുള്ളിൽ വെച്ച് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണെന്ന് പോലീസും ഒരുപോലെ വാദിക്കുന്നു. എന്തായാലും ഈ മരണത്തിന് പിന്നിൽ ശക്തമായ ഒരു കാരണമുണ്ട്. ആ കാരണങ്ങൾ തേടിയാണ് ഞങ്ങൾ ഇന്ന് യാത്രയാവുന്നത്. ഒരുപാട് ചോദ്യങ്ങളുമായി, അതിലേറെ ഉത്തരങ്ങൾ തേടി. പൊന്നമ്മയുടെ ദേഹത്ത് ബാധ കയറി. ആ കൊച്ചിന്റെയാ. ആ നോട്ടവും ഭാവവും ഒക്കെ അവളുടേതാ. ആ കൊച്ചു സംസാരിക്കുന്നത് പോലെയാ പൊന്നമ്മ സംസാരിക്കുന്നത്. പൊന്നമ്മയെ നേരിട്ട് കണ്ടവർ വിശേഷങ്ങൾ പങ്കുവച്ചു. വിശേഷം അറിഞ്ഞവർ ശശിയുടെ വീട്ടിലേക്ക് പാഞ്ഞു, പൊന്നമ്മയെ നേരിട്ട് കാണാൻ. പറഞ്ഞത് സത്യമാണ്. പൊന്നമ്മ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? ആളാകെ മാറിയിരിക്കുന്നു. കണ്ണിൽ ഒരു തീഷ്ണത, മുഖത്തോ രൗദ്രഭാവം. പറയുന്നത് ഒരിക്കലും ശശിയുടെ ഭാര്യ പൊന്നമ്മയല്ല, ആ ഉണ്ണിമായ തന്നെ. ഉണ്ണിമായ ഉറക്ക പുലമ്പി. എന്നെ കൊന്നതാ, തലക്കടിച്ചാ കൊന്നേ. മൃതദേഹം ആരും കാണാതിരിക്കാൻ ആദ്യം കട്ടിലിന്റെ അടിയിൽ ഒളിപ്പിച്ചു. പിന്നെ രാത്രിയോടെ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൽ കൊണ്ടു തള്ളി. കൊന്നവർ ആരാ? കണ്ടു നിന്നവർ ആരോ ചോദിച്ചു. അതിന് പൊന്നമ്മ അല്ല ഉണ്ണിമായ ഉത്തരം പറഞ്ഞില്ല. ഒന്ന് രൂക്ഷമായി നോക്കുക മാത്രം ചെയ്തു. പിന്നെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം വന്നപ്പോഴാ പറഞ്ഞ് ഇങ്ങനെ കൊന്നു. അത് കഴിഞ്ഞപ്പോഴാ വന്ന് എന്നോട് പറഞ്ഞ് ഇല്ല, ഇവള് വരുന്നേ കാണാൻ എനിക്കറിയാം. കണ്ട് ഇവള് അകത്തോട്ട് വരുമ്പോൾ നല്ലതായിട്ട് അറിയാം. ഒരു വല്ലാത്ത ഒരു ചിരിയോടൊക്കെ വന്ന് എന്നോട് പറഞ്ഞ് എനിക്ക് എന്നെ കൊന്നതാ, ഇതുപോലെ കൊന്ന് ചാക്കിനകത്ത് കയറ്റിയെന്നും ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ തിരക്കി നടന്നപ്പോൾ നീ എവിടെ ആയിരുന്നെന്ന്. അന്നേരം പറഞ്ഞു ഞാൻ താഴെ പോയിട്ട് തുളസിയമ്മയുടെ പെരയുടെ പരിയമ്പുറത്ത് വന്നിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ ശേഷം വീട്ടിൽ വന്നത്. ആ വന്നു കഴിഞ്ഞപ്പം ചേട്ടായിയൊക്കെ നോക്കിയിരിക്കുമായിരുന്നു എന്നെ അടിച്ച സമയത്ത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു പിന്നെന്താ എന്ന് ചോദിച്ച് എടുത്ത് കട്ടിൻ്റെ കീഴിൽ ഇട്ടു എന്ന് ഇത്രയും പറഞ്ഞായിരുന്നു. ഉണ്ണിമായ മരിച്ചതിന്റെ 6-ാം ദിവസം മുതൽ പൊന്നമ്മ പലയിടത്തും വച്ച് അവളെ കണ്ടു. കാണുമ്പോഴെല്ലാം അവൾ പൊട്ടിക്കരഞ്ഞു. പൊന്നമ്മയെ ഉണ്ണിമോൾക്ക് അത്ര ഇഷ്ടമായിരുന്നു. പൊന്നമ്മ ഉണ്ണിമായയ്ക്ക് അമ്മ തന്നെയായിരുന്നു. അമ്മയും അച്ഛനും ഇല്ലാത്ത കുട്ടിയല്ലേ, വെറും അനാഥ കുട്ടി. അപ്പോൾ അവൾക്ക് ആരെങ്കിലും ആശ്രയം വേണ്ടേ? ആ നാട്ടുകാർ അവളെ ദത്തുമകളായി ഏറ്റെടുത്തു. ഞാൻ എൻ്റെ കുഞ്ഞിനെ പോലെ ഞാൻ അവളെ സ്നേഹിച്ചത്. പക്ഷേ എങ്കിൽ എന്തോ ഒരു സാധനം എടുത്താലും ഞാൻ അവൾക്ക് എടുക്കുകയും വലിയ സ്നേഹമായിട്ട് വിളിക്കുകയും പറയുകയൊക്കെ ചെയ്താൽ. പക്ഷേങ്കിൽ 41 അന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോയിച്ച് വന്ന് അന്ന് തൊട്ട് തുടങ്ങിയ വഴക്കാണ് അവിടെ. പക്ഷെ ഇവളതൊന്നും പറഞ്ഞിട്ടില്ല, അടിക്കുന്ന കാര്യങ്ങളോ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഉണ്ണിമായയെ അവസാനം കണ്ടത് തുളസിയാണ്. അതും വിജനമായ കാട്ടുപ്രദേശത്തെ ഇടവഴിയിൽ വച്ച്. കൂട്ടുകാരിയുടെ കല്യാണത്തിന്റെ ആൽബം കാണാൻ പോവുകയാ എന്ന് പറഞ്ഞ അവൾ നടന്നു നീങ്ങിയത്. തുളസിക്ക് സംശയമൊന്നും തോന്നിയില്ല. കാരണം അവൾ കളിച്ചു വളർന്ന കാട്ടുപ്രദേശമല്ലേ. ഈ കാടിന്റെ മുക്കും മൂലയും അവൾക്കറിയാം. പിന്നെ എന്തിനു പേടിക്കണം? ജീവനോടെ ഉണ്ണിമായയെ അവസാനമായി കണ്ടത് ഇവർ മാത്രമായിരുന്നു. അന്ന് ഇവിടെ അങ്ങോട്ട് ഒറ്റയ്ക്ക് വരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു സഞ്ജു എവിടെ പോയി, സഞ്ജു എന്നൂടെ പേരുണ്ട്. അപ്പോൾ സഞ്ജു എവിടെ പോവാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു
പിന്നെ വീട്ടിലോട്ട് വരുവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വീട്ടിലാളില്ല, ഞാൻ പൂട്ടിയിട്ടാണ് ഇറങ്ങിയേ. വീട്ടിലെ മരുമോളും മകനും കുഞ്ഞും ഉണ്ട്, അവരവരുടെ വീട്ടിലോട്ട് തലേന്നേ പോയിരിക്കുമായിരുന്നു. അപ്പോൾ പറഞ്ഞു എൻ്റെ നാത്തൂൻ്റെ വീട് അടുത്ത മേൽഭാഗത്ത്. അപ്പം എന്നിട്ട് ഇച്ചിരി ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, സഞ്ജു എന്തോയിന് പോവാന്ന് തിരിഞ്ഞു ചോദിച്ചു. അപ്പോൾ എനിക്ക് സമയം പോയിട്ട് ഞാൻ ധൃതി വെച്ച് പോരുമായിരുന്നു. തന്നെയല്ലേ കുട്ടി കരഞ്ഞുകൊണ്ട് തോന്നുമല്ലേ പോയതും അല്ലേ ഞാൻ ചോദിച്ചേനെ വിശദമായിട്ട് പിടിച്ച് നിർത്തി തിരക്കേനെ എന്തുവായിരുന്നു സംഭവം. അതുകൊണ്ട് ഇവള് വിഷമമുണ്ട് മുഖത്ത്. അങ്ങനെ പോകുന്ന സമയത്താണ് ഇങ്ങനെ ഞാൻ ചോദിക്കുന്നത്. അന്നേരം എന്തോയിന് പോവുകയാണെന്ന് ഞാൻ എടുത്ത് ചോദിച്ചപ്പം നിന്നൊന്നും പറയുന്നില്ല. ഇത് പറഞ്ഞു രാജശേഷിയുടെ ആൽബത്തിൽ എൻ്റെ അമ്മയുടെ ഫോട്ടോ ഉണ്ട്, കാണാൻ പോവാന്ന് പറഞ്ഞ് കുട്ടി അങ്ങ് പോവുമായിരുന്നു. ഞാൻ ഇങ്ങോട്ടിങ്ങ് പോരുകയും ചെയ്തു. ഉണ്ണിമായയെ കാണാനില്ല. എവിടെ ചെന്ന് അന്വേഷിക്കും? കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കൊടും കാട്, അതും ഹിംസജന്തുക്കൾ വിഹരിക്കുന്ന വനപ്രദേശം. പകൽ പോലും വന്യജീവികളെ ഭയന്ന് ആരും വനത്തിൽ കയറാറില്ല. അത്രയ്ക്കാണ് കാട്ടുമൃഗങ്ങളുടെ ശല്യം. അത് തന്നെ അത് ഇവിടെ വന്നോ എന്ന് വിശ്വസിക്കാൻ നമുക്ക് പാടാണ്. 12 മാസവും ആന ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഈ ആനയുടെ പിണ്ണൊക്കെ കിടക്കുന്നുണ്ടല്ലേ, എപ്പോഴും 12 മാസവും ഇവിടെ. അതിൻ്റെ തലേദിവസവും ഇവിടെ ആന വന്നിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ഭയങ്കരമായ വെള്ളച്ചാട്ടമാണ്. വഴുക്കലും ഒക്കെയാണ് ഈ പാറകളിലൊക്കെ, അവിടെയൊക്കെ വഴുക്കലും ഒക്കെയാണ്. പിന്നെ മറ്റു ഇതെന്ന് പറയുമ്പോൾ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം, മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കൂടെ ഒരു ഭീകരമായ അന്തരീക്ഷമാണ്. പൊതുവേ മനുഷ്യനൊക്കെ അടുത്ത് താമസിക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മാത്രമേ ഇങ്ങോട്ട് വരത്തുള്ളൂ. എപ്പോഴും ആന നിൽക്കുന്ന, നമ്മളിപ്പോൾ ആ വന്ന വഴിത്താരെ തന്നെയാണ് എപ്പോഴും ആന നിൽക്കുന്ന ഒരു സ്ഥലമാണ്. രാത്രിയോടെ ജനം പല വഴിക്ക് തിരിഞ്ഞു. കാടും മേടും നാടുമെല്ലാം അവർ അരിച്ചു പറക്കി. പക്ഷെ കാട്ടിലേക്കാണ് കൂടുതൽ സംഘവും യാത്ര പുറപ്പെട്ടത്. കാരണം ഉണ്ണിമായയ്ക്കെല്ലാം ഈ കാടായിരുന്നു. വിറക് ശേഖരിക്കാനും മറ്റും പലപ്പോഴും അവളും കൂട്ടുകാരികളും ഈ വനത്തിനുള്ളിൽ പോകാറുണ്ടായിരുന്നു. നാട്ടിലായിരുന്നു എങ്കിൽ അവളെ ഇതിനോടകം കണ്ടുപിടിച്ചേനെ. കാട്ടിലകപ്പെട്ടാൽ പാടാണ് കണ്ടുപിടിക്കാൻ. ദിശയറിയാതെ പെട്ടുപോകും. എങ്കിലും ഒരു ഊഹം വച്ച് നാട്ടുകാർ കാട് മുഴുവൻ അരിച്ചു പറക്കിക്കൊണ്ടേയിരുന്നു. ഞങ്ങൾ അന്വേഷണത്തിന് തുടങ്ങി ഞങ്ങളിങ്ങനെ തിരക്കിണൊക്കെ ഒന്നും ഒരു വിവരം കിട്ടത്തില്ല. പിന്നെ രാത്രി ഞങ്ങൾ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി കുഴി കാട്ടിലെല്ലാം ഇതിന് മേഘത്തൊക്കെ അവർ 3-4 പേര് വന്നു. ഞങ്ങളല്ലാതെ ഭാഗത്തൂടെ ചുറ്റിക്കറങ്ങി നടന്നു. എന്നിട്ടൊരു വിവരം അറിയത്തില്ല. രാത്രി ഒരു 10 മണി വരെ ഞങ്ങൾ ഇവിടെ ഈ കാട്ടിലല്ല, ഒരു മണി സമയം വരെ ഞങ്ങൾ ഇതിന് കാത്ത് നടന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ നോക്കാമെന്ന് വിചാരിച്ച് ഇരുന്നപ്പോഴത്തേന് നേരം വെളുത്തപ്പം അവരുടെ ആൾക്കാർ തന്നെ ഒരാളെ വന്ന് കണ്ടുപിടിച്ചത്. മീൻമുട്ടി വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് ജനമൊഴുകി. ഒരു രാത്രി മുഴുവൻ നീണ്ട അന്വേഷണത്തിനൊടുവിൽ ഉണ്ണിമായയുടെ മൃതദേഹം കണ്ടെത്തി. പാറക്കൂട്ടത്തിലെ ജലാശയത്തിൽ മൃതദേഹം കമഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു. മൃതദേഹത്തിൽ കാര്യമായ പരിക്കുകളൊന്നുമില്ല. മുടി നന്നായി പിന്നിക്കെട്ടി പുത്തൻ ചുരിദാറും ധരിച്ച് ഉണ്ണിമായ എന്ന 16-കാരി മരണപ്പെട്ടു കിടക്കുന്ന കാഴ്ച കണ്ട് നാടൊന്നാകെ വിതുമ്പി. അവർക്കെല്ലാം അത്രയ്ക്കിഷ്ടമായിരുന്നു ആ മിടുക്കി പെൺകുട്ടിയെ. ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു? ആ ചോദ്യം ഓരോ നാവിൻ തുമ്പിൽ നിന്നും പാഞ്ഞുകൊണ്ടേയിരുന്നു. ഇനി ഈ വനത്തിൻ്റെ നിഗൂഢതകളിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പെൺകുട്ടി മരണപ്പെട്ട സ്ഥലം തീർത്തും ദുരൂഹത ഉണർത്തുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്തേക്ക് ഒരു പെൺകുട്ടി തനിച്ചു വരാൻ കഴിയുമോ എന്ന ചോദ്യത്തിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കാണാം തുടർന്നുള്ള വിശേഷങ്ങൾ. രാധാകൃഷ്ണനും സരസമ്മയ്ക്കും ഒരു കുഞ്ഞിനെ വേണമെന്ന് ഒരാഗ്രഹം. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ആരോ ദാനം കൊടുത്ത കുട്ടിയായിരുന്നു ഉണ്ണിമായ എന്ന സാന്ദ്രാകൃഷ്ണ. അവൾ ഈ വീട്ടിൽ നിന്നും വളർന്നു.
കാഴ്ചയിലും പഠനത്തിലും മിടുക്കിയായ പെൺകുട്ടി ഒരു നാടിന്റെ മുഴുവൻ സ്നേഹവും ഏറ്റുവാങ്ങി. പെറ്റമ്മ ഒരാളെ വാടകയ്ക്ക് കൊണ്ടുവന്ന് ഇവിടെ 3 മാസം അവർ ഇവിടെ താമസിപ്പിച്ചു. ഈ കുഞ്ഞിനെ കൊണ്ടുവരുന്ന സമയം മുതൽ ഇതുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ 6-ാം തമ്പുരാൻ മോഹൻലാലിൻ്റെ സിനിമ ഇറങ്ങുന്ന സമയത്താണ് ഈ കുഞ്ഞിനെ ഇവിടെ കൊടുക്കുന്നത്. അത്രയും പ്രായമായതേ ഉള്ളൂ. അന്ന് ഞാൻ വിളിച്ച പേരാണ് ഉണ്ണിമാങ്ങ എന്നുള്ളത്. ആ കുഞ്ഞു ഈ വളർന്ന കാഴ്ചയിലും ഞാൻ ഉണ്ണിമാങ്ങ എന്നേ വിളിച്ചിട്ടുള്ളൂ. എന്നെ കാണുന്നുണ്ടെ പേടിച്ചോ അല്ലെങ്കിൽ എന്തോ ഒരു സഹോദരൻ്റെയോ ഒരു ചേട്ടൻ്റെയോ സ്ഥാനത്ത് കണ്ടു പോയിട്ടുള്ളതാണ്. കുഞ്ഞെന്നേ വിളിച്ചിട്ടുള്ളൂ, മോളെന്നേ വിളിച്ചിട്ടുള്ളൂ. സരസമ്മ മരിച്ചു. ക്യാൻസർ ആയിരുന്നു. ഭർത്താവ് രാധാകൃഷ്ണൻ വെള്ളമടിയും തുടങ്ങി. ഒടുക്കത്തെ കൂടി ഉണ്ണിമായ ഒറ്റപ്പെടലിന്റെ ലോകത്തേക്ക് എടുത്തെറിയുകയായിരുന്നു പിന്നീട്. അനാഥത്വത്തിന്റെ കരാള ഹസ്തങ്ങളിലേക്ക് അവൾ എത്തിപ്പെട്ടു. സ്വന്തമെന്ന് പറയാൻ ഈ ലോകത്ത് ആരുമില്ലാത്ത അവസ്ഥ. പിന്നീട് അവൾ വളർന്നത് ഇവരോടൊപ്പമായിരുന്നു. സരസമ്മയുടെ അനുജത്തി ജഗദമ്മയോടും മകൾ ജയന്തിയോടും ഒപ്പം ഒരു ദുരന്ത ജീവിതം അവിടെ തുടങ്ങുകയായിരുന്നു. അതിനെ ശരിയാക്കി അവിടെ വീട്ടുജോലിയും കാര്യങ്ങളും എല്ലാം എടുത്ത് വെള്ളമായാലും തുണിയായാലും എല്ലാം അതിനെക്കൊണ്ടാണ് ചെയ്യിക്കുന്നതെന്നാണ് നമ്മളറിയുന്നത്. എൻ്റെ വീട് തൊട്ട് അക്കരെ കരയാന്നേലും എനിക്ക് അറിയാൻ പറ്റുന്നതാണ്. ആ പെൺകുഞ്ഞിനെ എനിക്കറിയാൻ പറ്റും. അല്ലാതെ ഒരു വൃത്തികെട്ട സ്വഭാവമായിട്ടോ ഒന്നുമില്ല. ഈ കാടായിരുന്നു പിന്നെ അവളുടെ ദുരിത കഥകൾ കേട്ടത്. പൊട്ടിക്കരയാൻ തോന്നുമ്പോ അവൾ ഈ കാട്ടിലേക്ക് ഓടിയെത്തും. മതിയാവോളം കരയും. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ആ 15-കാരിയുടെ ജീവിതത്തിന് സാക്ഷിയായത് ഈ വനഗ്രാമമായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞു വീഴാറായ ഈ വീട്ടിൽ യാതൊരു സുരക്ഷയുമില്ലാതെ അവൾ പല രാത്രികളും കഴിച്ചുകൂട്ടി. രാധാകൃഷ്ണൻ സർസ എന്ന വളർത്തുന്നതിന് നല്ലിടം പേര്. അപ്പോൾ രാധാകൃഷ്ണൻ സത്യത്തിൽ രാധാകൃഷ്ണൻ കുഞ്ഞല്ല അത്. രാധാകൃഷ്ണൻ സർസയുടെയും കുഞ്ഞല്ല അത്. അപ്പോൾ പറഞ്ഞൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഈ കുട്ടി എടുത്തിട്ട് ഈ തള്ളയങ്ങ് വിട്ടുകാർ എന്ന് പറഞ്ഞ് അങ്ങനെ കുഞ്ഞിനെ എടുത്തിട്ട് തള്ള വിട്ടു. എന്നിട്ട് ഈ കൊച്ചിന് 10 വയസ്സുള്ള സമയത്താണ് ഈ തള്ള മരിക്കുന്നത്, വളർത്തുള്ള. ആ തള്ള മരിച്ചു കഴിഞ്ഞിട്ട് ഈ തള്ളയുടെ അനിയത്തി ജഗദമ്മ എന്നവരുടെ പേര്, അവർ ഈ കുഞ്ഞിനെ അന്ന് മുതൽ പിന്നെ വളർത്തുന്നതായി. ഇപ്പോൾ 8 വർഷം അവർ മരിച്ചിട്ട്, അത് ഈ വളർത്തുള്ള മരിച്ചിട്ട് ഈ കുഞ്ഞിനെ വളർത്തിയവരെ മറ്റവരെ പിന്നീട് അന്ന് മുതൽ അതിന് ആ വീട്ടിലെ കംപ്ലീറ്റ് ജോലിയും ചെയ്യിക്കുന്നത് ഇവർ ഈ കൊച്ചിനെ കൊണ്ട് ചെയ്യിക്കുന്നത് എല്ലാ ഈ പെൺകൊച്ചിനെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിക്കുന്നത്. ഈ വീട്ടിൽ നടക്കുന്നത് എന്താണെന്ന് പുറം ലോകം അറിഞ്ഞില്ല. വളർത്തമ്മയും മകളും ഒരു വശത്ത്, ഉണ്ണിമായ മറുവശത്ത്. ഉണ്ണിമായയുടെ മനസ്സ് വായിച്ചെടുക്കാൻ ആരും ശ്രമിച്ചില്ല. മനസ്സ് വിങ്ങിപ്പൊട്ടുന്നത് അവൾ ആരോടും പറഞ്ഞതുമില്ല. അന്നുച്ചയ്ക്കും വളർത്തമ്മയും തമ്മിൽ വഴക്കിട്ടു. അവൾക്ക് ദുഃഖം സഹിക്കാൻ കഴിഞ്ഞില്ല. ഉണ്ണിമായ വീട് വിട്ടിറങ്ങി. ഒന്നുറക്കെ കരയണം. താൻ എന്നും ചെന്നിരിക്കാറുള്ള പൂമരച്ചോട്ടിലേക്ക് അവൾ പോയി. പിന്നെ അവളെ ആരും കണ്ടിട്ടേയില്ല. തല്ലി മൂക്കിനടിച്ച് തെറ്റി തീർത്ത് തല്ലിയത് തറയിൽ പോയി. എന്നിട്ട് ചാക്കിനകത്ത് പിന്നെ കട്ടിൻ്റെ കീഴി വെച്ചിരുന്നു. എന്നിട്ട് നാട് മൊത്തം തിരക്കി നടന്നു. നമ്മളറിയുന്നില്ലല്ലോ. പിന്നെ ആൾ ഒഴിഞ്ഞപ്പം എടുത്ത് അത്തുപൂട്ടിക്കൊണ്ടിട്ടേ ഉള്ളൂ. രണ്ടാനമ്മയും മകളുടെയും പീഡനം സഹിക്കാൻ കഴിയാതെ ഉണ്ണിമായ ആത്മഹത്യ ചെയ്തു. അല്ലെങ്കിൽ ഉണ്ണിമായയെ ആരോ കൊന്നതിന് ശേഷം മൃതദേഹം ഈ ജലാശയത്തിൽ തള്ളി. ഇതിൽ ഏതു വാദത്തിനാണ് കൂടുതൽ പ്രശസ്തി? ഉണ്ണിമായയെ കൊന്നതോ അതോ കുട്ടി ആത്മഹത്യ ചെയ്തതോ?
പെൺകുട്ടിയുടെ മരണം ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടില്ല. എന്തായാലും ഈ മരണത്തിന് പിന്നിൽ ശക്തമായ ഒരു കാരണമുണ്ട്. ആ കാരണങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടുകയാണ് ഇനി. പകൽ പോലും ആളുകൾ വരാൻ മടിക്കുന്ന കൊടും വനപ്രദേശം, ആനയും പുലിയും യഥേഷ്ടം വിഹരിക്കുന്ന നിബിഡ വനം, വനാന്തർഭാഗത്തെ കീറി മുറിച്ചുകൊണ്ട് കടന്നുപോകുന്ന മീൻമുട്ടി പുഴ. മഴക്കാലത്ത് നിറഞ്ഞു പതഞ്ഞു കുത്തി ഒഴുകും ഈ പുഴ. വനത്തിനുള്ളിലെ മീൻമുട്ടി വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ ഈ ഗ്രാമത്തിലെ സംസാര വിഷയം. ഈ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിന് താഴെയാണ് ഉണ്ണിമായയുടെ മൃതദേഹം കണ്ടത്. അതും ജലാശയത്തിൽ കമഴ്ന്നു കിടക്കുന്ന നിലയിൽ. ദുരൂഹത അവിടെ തുടങ്ങുന്നു. ഈ ഉണ്ണിമായ തനിയെ അവിടെ വരെ അത്ര ദൂരത്തിൽ ചെന്നിട്ട് 45 അടിയോളം ഉയരമുള്ള പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ ദേഹത്ത് കാണേണ്ട ചതവുകളും ഒടിവുകളുമായി പറയപ്പെടുന്ന യാതൊരു കാര്യങ്ങളോടുണ്ടായിട്ടില്ല. ഇൻക്വസ്റ്റിൻ്റെ അകത്തെ ഒരു സാക്ഷി കൂടിയായ ഞാൻ വസ്ത്രങ്ങൾ പൂർണ്ണമായി അഴിച്ചു മാറ്റി പോലീസ് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന ചതവുകളോ ഒരു പേൻ കടിച്ച പാടുപോലും മുടി നാരിടയ്ക്ക് അകത്ത് ഉണ്ടായിട്ടില്ല. തന്നെയുമല്ല, വെള്ളത്തിൽ നിന്ന് മുട്ടുന്നീ വെള്ളത്തിൽ കിടക്കുന്ന ഈ ബോഡി കമിഴ്ന്ന് കിടക്കുമ്പോൾ കാലും കൈയും നൂർന്നിട്ടുണ്ടെങ്കിലും ഈ ബോഡി മുങ്ങിച്ചാകാനുള്ള താഴ്ച വെള്ളത്തിനില്ല. 80 സെൻറ്റിമീറ്റർ മാത്രമേ വെള്ളത്തിന് ഉയരം നിൽക്കുന്നുള്ളൂ. ആ കുളത്തിൻ്റെ ഭാഗം 16 അടി നീളവും 80 സെൻറ്റിമീറ്റർ താഴ്ചയും മാത്രമേ വെള്ളത്തിൻ്റെ ഉയരമുള്ളൂ. ആ നിലയിൽ ഈ നാട്ടിൽ തന്നെ ഉള്ളവർ എടുക്കുമ്പോഴും നമുക്ക് അത് പോലീസ് അന്ന് വീഡിയോ ചെയ്തിട്ടുള്ള കാര്യം വെച്ച് പരിശോധിക്കുമ്പോൾ ആ ബോഡി ആ ഉണ്ണിമായ സാന്ദ്രയെ അവിടെ കൊണ്ടിട്ടതായി തന്നെ അനുമാനിക്കാൻ കഴിയുന്നു. ഈ പാറയുടെ മുകളിൽ നിന്നും പെൺകുട്ടി ചാടി എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ മൃതദേഹത്തിന് കാര്യമായ പരിക്കുകൾ പറ്റിയിട്ടുമില്ല. സ്വാഭാവികമായും മൃതദേഹം ചിന്നിച്ചിതറി പോകേണ്ടതല്ലേ. ഒരിക്കലും ഇവിടെ നിന്ന് ഒരാൾ വീണ് കഴിഞ്ഞാൽ ഡെഡ് ബോഡി ചിന്നിച്ചിതറി പോകത്തേ ഉള്ളൂ. ഒടിവോ ചതവോ പൊട്ടലെല്ലാം കാണും. നാമാശേഷം കാരണം ഇവിടെ നിന്ന് ഇല്ല, ആ വെള്ളത്തിലാണ് കിടക്കുന്നത് ഡെഡ് ബോഡി കിടന്നത്. ആ താഴെ കാണുന്ന ഏകദേശം 40-50 അടി താഴ്ചയിലാണ് കിടന്നത്. ഇവിടുന്ന് ഒരു വീഴുന്ന വ്യക്തി പിന്നെ തലയും പൊട്ടിക്കീറി കാലും ഒടിഞ്ഞ് കൈ ഒടിഞ്ഞ് നാമശേഷമായി പോകും. ആ കിടന്ന ഡെഡ് ബോഡി ഈ പറയുന്ന യാതൊരു കേടും അതില്ലായിരുന്നു. മുഖത്തൊരു പാട്, പല്ലിൻ്റേത്, മുക്കിക്കട, വായിക്കട അല്പം ബ്ലഡ്, ഇത്രയും കാര്യങ്ങൾ അതിനുള്ളായിരുന്നു. പെൺകുട്ടി പാറയുടെ മുകളിൽ നിന്നും ചാടിയതിന്റെ ലക്ഷണങ്ങൾ ഒന്നും കാണുന്നില്ല. മൃതദേഹത്തിൽ ആകെയുള്ളത് മൂക്കിന് താഴെയുള്ള ചെറിയൊരു മുറിവ് മാത്രമാണ്. ആരോ കൊണ്ടിട്ടതിന്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഉണ്ണിമായയുടെ മരണം കൊലപാതകമാണോ? നാട്ടുകാരെന്തൊക്കെ വേണേലും പറയും. എന്താണ്ട് ആ വീട് പോയി കിടക്കുന്നു. ഇത്രയും അരിവുള്ള ഒരു നാട്ടുകാരെന്തായിരുന്നു അതിനൊരു വീട് വെച്ച് കൊടുക്കാൻ? അരി കഥവും പൂട്ടും ഒക്കെ ഉള്ളൊരു വീടായിരുന്നേ അത് അതിനകത്ത് കിടന്നേനെ ഒറ്റയ്ക്ക്. അത് വെച്ച് കഴിച്ചുകൊണ്ട് അവിടെ കിടക്കും. അല്ലെ ഞങ്ങൾ ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ട്, ആരെങ്കിലും ഒന്ന് കൊടുക്കുകയോ ചെയ്യും. ഈ തന്തയുടെ അടുത്ത് അതിനെ കൊണ്ട് നേപ്പിച്ച് വിട്ട് വിടാൻ പറ്റുമോ? അപ്പം ഇതിന് എന്ത് പറ്റിയെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാനും വളരെയധികം താല്പര്യമുള്ള ആൾക്കാരാണ്. മരണം കൊലപാതകമെങ്കിൽ നാട്ടുകാർ ഉറ്റുനോക്കുന്നത് ഈ വീട്ടിലേക്കാണ്. ഉണ്ണിമായയുടെ വളർത്തമ്മയും മകളുമാണ് പ്രതികൾ. മരണം സംഭവിച്ചത് ഈ വീട്ടിൽ വച്ചാണ്. അവർ ഇവിടുത്തെ ആൾക്കാർക്ക് എന്തോ പറയാം, ഞങ്ങൾ പീഡിപ്പിച്ച ഒരു കൊച്ചാണ്. ആ ഫോട്ടോയ്ക്ക് അത് നോക്കിയാൽ കൊച്ചിനെ കണ്ടാൽ പറയുമോ പീഡിപ്പിച്ച് ഇട്ടിരുന്ന ഒരു കൊച്ചാണ്. അത് ഞങ്ങളാണ്ട് പിള്ളേർ രണ്ടും 1 മാസമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം പട്ടിണി കിടന്ന ഒരു കൊച്ചിനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? പട്ടിണി കിടന്ന കൊച്ചാണോ അത്? ഉണ്ണിമായയുടെ മരണം കൊലപാതകമോ ആത്മഹത്യയോ എന്തുമായിക്കൊള്ളട്ടെ,
കുട്ടി മരണപ്പെടണമെങ്കിൽ ഒരു കാരണമുണ്ട്. മാനസികമായി തകർന്ന ഒരാൾക്ക് മാത്രമേ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. കൊലപാതകമെങ്കിൽ ആര്, എന്തിനു വേണ്ടി ചെയ്തു? കാലങ്ങൾ ഉത്തരം തരട്ടെ. പെൺകുട്ടിയുടെ മരണം നടന്നു കഴിഞ്ഞിട്ട് ഏതാണ്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. എങ്കിലും പോലീസും നാട്ടുകാരും ഇപ്പോഴും രണ്ട് തട്ടിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. വരും ദിനങ്ങളിൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും പോലീസിൽ നിന്നും തൃപ്തികരമായ ഒരു മറുപടി കിട്ടുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ ഈ വനഗ്രാമം വിടുകയാണ്. ഇനി മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പറങ്ങൾ തേടി മറ്റൊരു നാട്ടിൽ.